നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായി ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശന്റെ കന്നി ബജറ്റ്. എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. മാരക രോഗങ്ങളുള്ളവർക്ക് വൺ കേരള മിഷൻ. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ മിഷൻ സമുദ്ര. സംസ്ഥാനത്തെ ഏവിയേഷൻ ഹബ്ബാക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരള നോളജ് വാലി. കിഫ്ബി പൊളിച്ചുപണി. പഠിക്കാൻ വിദഗ്ധ സമിതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കും. യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക പദ്ധതി. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതി. ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയാക്കി. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ്പും പെൻഷനും പരിഷ്കരിക്കും. 10 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും. വീര്യം കുറഞ്ഞ മദ്യത്തിനു വില കൂടും. ഭാവി കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റ് ഇല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞെന്നും പിണറായി. LDF സർക്കാരിന്റെ പദ്ധതികളിൽ പലതിന്റെയും പേര് മാറ്റി പ്രഖ്യാപിച്ചു എന്നും വിമർശനം. കേന്ദ്ര പദ്ധതികളുടെ കോപ്പിയടിയെന്നും പ്രഖ്യാപനം കടലാസിലൊതുങ്ങുമെന്നും BJP. മാസപ്പടി കേസിൽ പിണറായിയുടെ മകൾ വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച ED. തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ വീണയെ വിളിച്ചു വരുത്തി ലോക്കർ തുറന്നു പരിശോധിച്ചു. ലോക്കറിൽ മഹാകാര്യമുണ്ടോ എന്നറിയാമല്ലോ എന്ന് പരിഹസിച്ച് പിണറായി വിജയൻ. പകർച്ചവ്യാധികൾ പടരുന്നതിനിടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നാടകീയ രംഗങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയ്ക്ക് ചുമതലയേൽക്കാനായില്ല. സർക്കാർ നിർദ്ദേശം ലഭിക്കാതെ മാറില്ല എന്ന് താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷി. ട്രിബ്യൂണൽ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. ഇടുക്കി കാന്തല്ലൂർ ചുരക്കുളം ഉന്നതിയിലെ മുരുകൻ മരിച്ചത് കാട്ടാന ആക്രമണത്തിലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുരുകൻ മരിച്ചത് ഇന്നലെ. പ്രതിഷേധവുമായി ബന്ധുക്കൾ. ജനകീയ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. കരയിലും കടലിലും വികസനത്തിനായി മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ചു. 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ റെയിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. സമുദ്ര പാരമ്പര്യം വിളിച്ചോതുന്ന അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ യാഥാർത്ഥ്യമാകും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി ബജറ്റിൽ 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടുമായി 2 മെഡിക്കൽ കോളേജുകളും തുടങ്ങും. സർ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി
10 കോടി രൂപ വകയിരുത്തുന്നു. കിഫ്ബി പൂർണ്ണമായി പൊളിച്ചു പണിയുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കിഫ്ബിയുടെ നിലവിലെ ഘടന പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. കേരളത്തിന്റെ തനതു വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും അതുകൊണ്ട് തന്നെ കിഫ്ബി പോലുള്ള പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്ര പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. സംസ്ഥാനത്ത് അധിക നികുതി ഭാരമില്ലാതെയും ഒട്ടനവധി ഇളവുകൾ പ്രഖ്യാപിച്ചുമാണ് UDF സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ്. പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്താൻ നികുതി ഇളവുകൾ നൽകി. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിലും മാറ്റം വരുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ സംവിധാനം നടപ്പിലാക്കും. ഗതാഗത മേഖലയിലെ നികുതി ഇളവുകളാണ് ഏറെ ശ്രദ്ധേയമായത്. പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചു. 50% ഇളവ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇളവുകൾ അനുവദിച്ചത്. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% എന്നാൽ ഇത് 3% കുറച്ചു. 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി ഇതുവരെ 8% ഇത് 5% കുറച്ചു. അതേസമയം 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി ഇതുവരെ ഉണ്ടായിരുന്ന 10% നിന്നും 15% ഉയർത്തി. എന്നാൽ 10 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയും 20 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി ഘടന പരിശോധിച്ച് അത് പരിഷ്കരിക്കുന്നു. 10 ലക്ഷം രൂപ വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% നിന്നും 3% കുറച്ചു. 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 8% നിന്നും 5% കുറച്ചു. 40 ലക്ഷത്തിന് മീതെ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിലെ 10% നിന്നും 15% വർദ്ധിപ്പിച്ചു. മറ്റ് നികുതി നിരക്കുകളിൽ മാറ്റമില്ല. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വൺ ടൈം സെറ്റിൽമെന്റിന് സംവിധാനം നടപ്പിലാക്കും. അണ്ടർ വാല്യുവേഷൻ അതായത് കുറഞ്ഞ വില കാണിക്കൽ കേസുകൾ തീർപ്പാക്കുന്നതിനായി സർക്കാർ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കൊണ്ടുവന്നു. രജിസ്ട്രേഷനുള്ള വില്ലകൾക്ക് ഫ്ളാറ്റുകൾക്ക് സമാനമായ 4% ഇളവ് ബാധകമാക്കിയിട്ടുണ്ട്. നികുതി വരുമാന സമാഹരണം അധിക നികുതികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നികുതി ചോർച്ച തടഞ്ഞും കാര്യക്ഷമത വർദ്ധിപ്പിച്ചും തനത് വരുമാനം ഉയർത്താനുമാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. GST നടപ്പിലാക്കിയ കാലയളവിലെ ഫ്ലഡ് സെസ് കുടിശ്ശിക തീർപ്പാക്കുന്നതിനുള്ള പദ്ധതിയും നിലവിൽ വന്നു. മദ്യത്തിന്റെ നികുതി ഘടനയിൽ മാറ്റം വരുത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചു. 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് നികുതി 120% ഉയർത്തി. 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 175% നികുതി വർദ്ധിപ്പിച്ചു. 2022-23 അബ്കാരി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ മദ്യചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതികൾക്കനുസൃതമായിട്ടാണ് ഈ നടപടി. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെയാണ് ലോ ആൽക്കഹോളിക് ബിവറേജ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ വിദേശ മദ്യചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തീർത്ഥാടക സർക്യൂട്ടിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് UDFന്റെ കന്നി ബജറ്റ് പ്രഖ്യാപനം. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങളെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് സംസ്ഥാന ബജറ്റ്. മാതാ അമൃതാനന്ദമയി മഠത്തെ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ടും നടപ്പിലാക്കും. സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്കായി വൻ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്.
അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയ ക്ഷേത്രങ്ങളിൽ ഭക്തർക്കുള്ള സൗകര്യങ്ങളും വികസനവും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് പുതിയ മാതൃക സ്വീകരിക്കുന്നത്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ പ്രമുഖ ക്ഷേത്രങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസനത്തിനായുള്ള പ്രത്യേക പദ്ധതി നടപ്പിലാക്കുക. തീർത്ഥാടകർക്കായുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിവർഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ, അർത്തുങ്കൽ ബസലിക്ക എന്നിവ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയും പ്രഖ്യാപിച്ചു. അർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കളം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. ഇതിനോടൊപ്പം തന്നെ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരുവിന്റെ സ്മാരകം ഡൽഹിയിൽ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിലൂടെ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിനിമാ മേഖലയ്ക്ക് 100 കോടി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി കൊച്ചിയിൽ സ്ഥാപിക്കും. MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി 50 കോടി രൂപ ചെലവിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. യുവ കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഇവിടെ പ്രത്യേക വേദിയൊരുക്കും. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകൽ, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരമായ വേദി സൃഷ്ടിക്കൽ, ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിനായി 100 കോടി രൂപ വകയിരുത്തുന്നു. MT വാസുദേവൻ നായർ സ്മാരക കൾച്ചറൽ പാർക്ക്. ലോകം ഡിജിറ്റൽ സംസ്കാരത്തിന്റെ സ്വാധീന വലയത്തിലായതോടെ നമ്മുടെ സാംസ്കാരിക തനിമ ഭീഷണി നേരിടുകയാണ്. കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി യശസ്വരീനായ MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് ഒരു കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന പ്രഖ്യാപനത്തോടെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വലിയ പ്രതീക്ഷയും ആശ്വാസവും പകരുന്ന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിലുള്ളത്. മണ്ണെണ്ണ സബ്സിഡി വർധന മുതൽ ഭവന പദ്ധതി, സുരക്ഷാ സംവിധാനങ്ങൾ, പട്ടയ വിതരണം എന്നിവ വരെ ഉൾക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങളിലൂടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയായി ഉയർത്തിയതാണ് ഏറ്റവും പ്രധാന പ്രഖ്യാപനം. ഇന്ധന ചെലവിന്റെ ഭാരം കുറയ്ക്കുന്ന ഈ തീരുമാനം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകും. വർഷങ്ങളായി തീരദേശത്ത് താമസിച്ചിട്ടും പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങളുടെ പ്രശ്നത്തിനും ബജറ്റിൽ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടയമില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അവർക്കായി പ്രത്യേക ഭവന പദ്ധതിയും നടപ്പിലാക്കും. സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. കടലിൽ ജോലി ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇരയാകുന്ന കുടുംബങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വനിതകൾക്ക് മത്സ്യവിപണനത്തിന് ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ മറൈൻ ബോട്ടുകൾ വാങ്ങുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തി. കൂടാതെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ മുതലപ്പൊഴിയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഉപജീവന സുരക്ഷ, ഭവന സുരക്ഷ, സാമൂഹിക സുരക്ഷ, തീരദേശ വികസനം എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റെന്നാണ് വിലയിരുത്തൽ. തീരദേശ ജനതയുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി എത്ര വേഗത്തിൽ നടപ്പാക്കുമെന്നതാണ് ഇനി മത്സ്യത്തൊഴിലാളികൾ ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. റബ്ബറിന്റെ അടിസ്ഥാന വില 280 രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത കർഷകർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കിയ സർക്കാരിന് കർഷകർ നന്ദി അറിയിച്ചു. അതോടൊപ്പം റബ്ബർ ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ നടപടി വേണമെന്നും സ്പ്രേയിംഗ് റെയിൻ ഗാർഡിംഗ് സബ്സിഡികൾ ഉയർത്തണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു.
UDFിന്റെ പ്രകടന പത്രികയിൽ കാർഷിക മേഖലയ്ക്കായുള്ള വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു റബ്ബറിന്റെ അടിസ്ഥാന വില 250 രൂപയായി ഉയർത്തും എന്നുള്ളത്. സർക്കാരിന്റെ കന്നി ബജറ്റിൽ തന്നെ വാഗ്ദാനം നടപ്പാക്കിയതിനെ റബ്ബർ കാർഷിക മേഖല ഒന്നടങ്കം കയ്യടികളോടെയാണ് ഏറ്റുവാങ്ങിയത്. റബ്ബറിന് അടിസ്ഥാന വില 250 രൂപ ആക്കുമെന്നുള്ള ഉറപ്പ് UDF ഗവൺമെന്റ് പാലിച്ചിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ റബ്ബർ മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകുന്നത്. തീർച്ചയായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. പിന്നെ താങ്ങുവില 250 രൂപ ആക്കിയതിന് ഞങ്ങൾ UDF ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയെ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. വരും നാളുകളിൽ റബ്ബർ വില 300 രൂപയായി ഉയർത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. റബ്ബർ കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് പോയവരെ തിരികെ കൊണ്ടുവരുവാൻ സർക്കാരിന്റെ പ്രഖ്യാപനം വഴിയൊരുക്കുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. റബ്ബർ കൃഷി ലാഭകരമല്ലാത്തൊരു തൊഴിലായി പോയത് കൊണ്ടാണ് റബ്ബർ കൃഷി ആൾക്കാർ മാറിയത്. അപ്പോൾ റബ്ബറിന് 250 രൂപയ്ക്ക് കൂടുതൽ വില കിട്ടുക, അല്ലെങ്കിൽ 300 രൂപ വില കിട്ടിക്കഴിഞ്ഞാൽ റബ്ബർ കൃഷിയിലോട്ട് തിരിച്ച് ആൾക്കാർ വരും. വില 300 രൂപയിൽ എത്തിയാൽ റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം പഴയ തോതിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ. ഷീറ്റ് ആക്കാൻ വേണ്ടി തന്നെ നല്ല എഫേർട്ടുള്ള പണിയാണത്. അതിന് ആൾക്കാർ കുറവാണ്. വെട്ടി പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പേര് ഇപ്പോൾ ചണ്ടിയാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം 250 രൂപ UDF സർക്കാർ തലവൽ പ്രഖ്യാപിച്ചത് ആശ്വാസമാണ്. റബ്ബറിന്റെ വിലയിടിവും തൊഴിലാളി ക്ഷാമവും മൂലം 25% തോട്ടങ്ങളിൽ ടാപ്പിംഗ് നടക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. താങ്ങുവില ഉയർത്തിയതിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ എത്തിച്ച് ടാപ്പിംഗ് പരിശീലനം നൽകി ഈ രംഗത്തെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 25% തോട്ടം വെട്ടാതെ കിടക്കുന്നു എന്നുള്ള വലിയ ഗൗരവമായ കാര്യമാണ്. അതുദ്ദേശം 2 ലക്ഷം ടണ്ണിൻ്റെ ഉൽപ്പാദന കുറവ് വരുമെന്നാണ്. അടിയന്തരമായി വെട്ടാതെ കിടക്കുന്ന തോട്ടം വെട്ടിക്കാനുമുള്ള നടപടി സ്വീകരിക്കണം. റബ്ബറിൻ്റെ സ്പ്രേയിങ്, റെയിൻ ഗാർഡിംഗ് എന്നിവയ്ക്കുള്ള സബ്സിഡി ഉയർത്തണമെന്നും റബ്ബർ ടാപ്പിങ്ങും റബ്ബർ തോട്ടത്തിലെ കാട് തെളിക്കലും ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും അടക്കം വിവിധ നിർദ്ദേശങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അമൃത ന്യൂസ്, കോട്ടയം. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്ന സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷ നൽകുന്നുവെന്ന് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ബജറ്റ് അവതരണത്തിന്റെ ഭാഗമായി ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ പ്രതിനിധികൾ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞതായി എൻഡോസൾഫാൻ പീഡിത മുന്നണി നേതാവ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അമൃത വാർത്തകളോട് പറഞ്ഞു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കൂടി പരിഗണിച്ചിരിക്കുകയാണ്. ദുരിതബാധിത കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കുമെന്ന ബജറ്റിലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷയും സന്തോഷത്തിനും വക നൽകുന്നതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ സെക്രട്ടറി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ചേരുകയാണ്. നിരവധി സമരങ്ങളിൽ മുന്നിട്ടിറങ്ങിയ നേതാവാണ് അദ്ദേഹം. എങ്ങനെ കാണുന്നു ഈ ബജറ്റിനെ? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുക്കും എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം നാളിതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിമാർ നടത്തിയിട്ടില്ല. തീർച്ചയായും പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ സമരങ്ങളിലൊക്കെ സജീവ പങ്കാളിത്തം ഉറപ്പിച്ച ഒരാളായിരുന്നു VD സതീശൻ. അതോടൊപ്പം ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അന്വേഷിക്കുന്ന ഒരു സമീപനം അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് അവതരണത്തിന് മുമ്പ് താങ്കളെ വിളിച്ച് കാര്യങ്ങൾ ആരാഞ്ഞോ? തീർച്ചയായിട്ടും ഒരു 10 ദിവസം മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ഏറ്റവും അടിയന്തരമായി നടത്തേണ്ട വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിനകത്ത് കേരളത്തിന് നഷ്ടം വരാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം സുപ്രീം കോടതിയുടെ 2017 ഒരു പ്രഖ്യാപനമുണ്ട്, വിധി പ്രഖ്യാപനമുണ്ട്. അതിനകത്ത് പറയുന്നത് കേരള സർക്കാർ സാമ്പത്തികമായി സഹായിക്കുന്ന മുഴുവൻ തുകയും കമ്പനികളോടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോട് ഈടാക്കാവുന്നതാണ്. 2017 വന്ന വിധി ഇതുവരെ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ല. തീർച്ചയായും നിലവിലെ മുഖ്യമന്ത്രി ഗവൺമെൻറ് അത് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വലിയൊരു ഉദ്യമത്തിൽ എത്തിക്കുകയും അത് ചെയ്യും. മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങളാണ് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ അവർ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവച്ചത്. ദുരിതബാധിതരെ എന്തായാലും ഈ സർക്കാർ ചേർത്ത് നിർത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ബജറ്റിൽ ഈ പ്രഖ്യാപനം ഉണ്ടായത് ഏറെ സന്തോഷത്തിന്, ദുരിതബാധിത കുടുംബങ്ങൾക്ക്, ആയിരങ്ങളായ ദുരിതബാധിത കുടുംബങ്ങൾക്ക് സന്തോഷത്തിന് വക നൽകുന്നതാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.
തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് കൾച്ചറൽ പാർക്കിനായി സംസ്ഥാന ബജറ്റിൽ 50 കോടി രൂപയാണ് വകയിരുത്തിയത്. MTയുടെ മകളടക്കം സമർപ്പിച്ച പദ്ധതിക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണിത്. എന്റെ പ്രതിമകൾ നാടുനീളെ സ്ഥാപിക്കേണ്ട, അടുത്ത തലമുറകളിലേക്ക് നമ്മുടെ സാഹിത്യവും ഭാഷയും സംസ്കാരവും കൈമാറ്റം ചെയ്യപ്പെടണമെന്ന MTയുടെ വാക്കുകൾ അനുസരിച്ചാണ് പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചതെന്ന് സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ അമ്പലപ്പാട് അമൃത വാർത്തകളോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 2-3 ആഴ്ച മുന്നെയാണിത് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നത് ഗവൺമെൻറ്റിന്. അത് ഇത്രയും പെട്ടെന്ന് അത് അപ്രൂവ് ചെയ്ത് വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത് അച്ഛൻ്റെ മാത്രം സാഹിത്യമോ അല്ലെങ്കിൽ സിനിമയോ അതിനെക്കുറിച്ച് മാത്രമല്ല, ഇത് മലയാള ഭാഷ, സാഹിത്യം, സിനിമ, സംസ്കാരം ഇതിനെല്ലാം മാപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനെ വരും തലമുറകൾക്ക് എങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യാം, പുതിയ രീതിയിലൂടെ ഡിജിറ്റൽ മീഡിയയിലൂടെ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. മലയാളിയുടെ അഭിമാനമായ MTയുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വലിയൊരു പദ്ധതി തന്നെയാണ് ഇന്നത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നോടൊപ്പം ചലച്ചിത്ര സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീർ അമ്പലപ്പാടാണുള്ളത്. MTയുടെ കൂടെ ഒരുപാട് പരിപാടികൾക്കും പദ്ധതികൾക്കും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. എന്താണ് ഇത്തരമൊരു പദ്ധതി? ഇത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു, ഒപ്പം അശ്വതിയും ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് ഈ പദ്ധതി? ആദ്യമായിട്ട് തന്നെ ഇങ്ങനൊരു പദ്ധതി എത്രയും പെട്ടെന്ന് അംഗീകരിക്കുകയും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി വർഷങ്ങളായിട്ട് MT സാറ് മനസ്സിൽ കൊണ്ടു നടന്ന വിഭാവനം ചെയ്തൊരു പദ്ധതിയാണ്. പലരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എൻ്റെ അടുത്തും അശ്വതിയുടെ അടുത്തും ഈ പദ്ധതി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കാലശേഷം എനിക്ക് വേണ്ടി എൻ്റെ പ്രതിമകൾ നാടുനീളെ സ്ഥാപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പല സ്മാരകങ്ങളും ഇത്തരത്തിലുള്ള വെറുതെ കാഴ്ച വസ്തുക്കളായിട്ട് അവസാനിക്കുന്ന സമയത്ത് MTയെ പോലുള്ള ഒരാളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം സാറ് പറയുന്നത് എപ്പോഴും വായന പ്രോത്സാഹിപ്പിക്കുക. ഏറ്റവും ബേസിക്കലി ഈ പദ്ധതിക്ക് വലിയ ബൃഹത്തായ ഒരു ആശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്നാൽ ഏറ്റവും കുറഞ്ഞത് അടുത്ത തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരിക, സാഹിത്യത്തിലേക്ക് കൊണ്ടുവരിക, അടുത്ത തലമുറയെ സാഹിത്യവും സംസ്കാരവും നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർത്ത് നിർത്തുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സാർ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും സാറിന് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് അവരെ വായനയോട് അടുപ്പിക്കാൻ, അതിനെ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാറിന് എപ്പോഴും താല്പര്യമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും പറഞ്ഞാൽ സാർ എത്ര യാത്ര ചെയ്തിട്ടും അതിന് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം പുസ്തകങ്ങൾ വായിക്കപ്പെടണം, കൂടുതൽ ആളുകൾ വായിക്കപ്പെടണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ അതിൽ നിന്നാണ് ഈ ആശയം രൂപപ്പെട്ടത്. പിന്നെ സാറ് പറയുമ്പോൾ തന്നെ ലോക സാഹിത്യകാരന്മാരുടെ പേരിൽ ഇങ്ങനെ ഹെമിംഗ്വേയുടെയും ഷേക്സ്പിയറിൻ്റെയൊക്കെ മ്യൂസിയങ്ങളെയൊക്കെ പോലെയൊക്കെയുള്ള ഭാരതത്തിൽ ഒരു സാഹിത്യത്തെയോ സിനിമയെയോ അല്ലെങ്കിൽ സംസ്കാരത്തെയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭാരതത്തിൽ വരുമ്പം നിർബന്ധമായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട നമ്മുടെ ഒരു സംസ്കാരവും സാഹിത്യത്തെക്കുറിച്ചൊക്കെ അറിയാൻ, അത് മാത്രമല്ല ലോക സാഹിത്യത്തെക്കുറിച്ച്, ലോക സാഹിത്യത്തിൻ്റെ ഒരു ഇടം കൂടിയാണ്. അല്ലാണ്ട് ഒരിക്കലും MT സാറിൻ്റെതായ സാഹിത്യവും അന്നല്ല ഒരിക്കലും. അത് വേണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ പേരല്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള പ്രതിമയല്ല, പകരം നമ്മുടെ സാഹിത്യവും ലോക സാഹിത്യവും പുതിയ തലമുറയ്ക്ക് അറിയാനുള്ള ഒരിടം എന്നുള്ള രീതിയിൽ വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണത്. MTയുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് സാഹിത്യത്തോട് കൂടുതൽ അടുക്കാനുള്ള, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയാക്കി വെക്കാവുന്ന ഒരു പദ്ധതിയാണ് വരാനിരിക്കുന്നത്. കോഴിക്കോട് നിന്നും സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിനെ സ്വാഗതം ചെയ്ത കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള വികസനത്തിന് ആക്കം കൂട്ടുന്ന ലക്ഷ്യബോധമുള്ള ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടതെന്ന് സംഘടനാ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്ന് അവതരിപ്പിച്ച 2026-27 സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് തികച്ചും ദിശാബോധമുള്ള ഒരു ബജറ്റ് തന്നെയാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണിത്. ഇതിൽ ഇൻവെസ്റ്റ് കേരള, കേരളത്തിൻ്റെ വികസനമായി ലക്ഷ്യമാക്കി ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്നൊരു പദ്ധതി, അത് തികച്ചും സ്വകാര്യ നിക്ഷേപത്തെയും പ്രവാസി നിക്ഷേപത്തെയും
പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതി തന്നെയാണ് ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ആ പദ്ധതി. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞെന്നും കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ കാണുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കമാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രഖ്യാപനത്തിനുള്ള പല പദ്ധതികളും പേര് മാറ്റി ഉപയോഗിച്ചു. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് കണ്ടില്ലെന്ന് നടിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വലിയ തോതിലുള്ള സാമ്പത്തിക അപകടാവസ്ഥ എന്ന വാദത്തെ നിരാകരിക്കുക മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായ ആക്ഷേപം മാത്രമാണ് എന്ന് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 6300 കോടിയിലധികം രൂപയുടെ നീക്കിബാക്കി നിലനിർത്തിക്കൊണ്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നടന്നത്. ജനങ്ങൾക്കായി കൂടുതൽ ആശ്വാസ നടപടികൾ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. ബജറ്റിനെ വിമർശിച്ച് BJP. ബജറ്റിൽ ഒരു നയമാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് BJP MLA-മാർ. സ്വപ്ന പദ്ധതികളുണ്ട്, പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടില്ലെന്നും പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുമെന്നും BJP MLA-മാർ വിമർശിച്ചു. രോഗികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മറ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങും എന്ന് പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പനി പിടിച്ച മനുഷ്യർ മുഴുവൻ നിലത്ത് കിടക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സൗകര്യങ്ങളില്ല. അതിനു വേണ്ടിയിട്ട് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടി വരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. കത്തിപ്പോയ ICU വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറ്റിയിട്ടില്ല ഇപ്പോഴും. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലുള്ള മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ആ സ്ഥിതിയിൽ മാറ്റം വരുത്താതെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിൽ എന്ത് ഈ പ്രഖ്യാപനത്തിൽ അർത്ഥമുണ്ട്? ബജറ്റ് വെടിക്കെട്ടിലെ ആകാശവിസ്മയം എന്ന പരിഹാസവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കാണാനും കേൾക്കാനും ഭംഗിയുണ്ട്, പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യവുമായി പൊരുത്തപ്പെടാത്ത ബജറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ മറ്റൊരു ആവർത്തനം. ഒരു പ്രകടന പത്രിക എന്നല്ലാതെ, കുറേ സ്വപ്നങ്ങൾ വാരി വിതറുക എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ എവിടെയും പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ആകാശവിസ്മയം മാത്രമാണ്, പൊട്ടിത്തീരുന്നതേ ഉള്ളൂ. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗിയുണ്ടാവുമെന്നല്ലാതെ പിന്നെ എവിടെയും അത് കാണാൻ വേണ്ടി പോകുന്നില്ല. പുതിയ വരുമാന മാർഗങ്ങളില്ലാതെ, ഖജനാവ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയില്ലാതെ ആളുകളെ പറ്റിക്കുന്ന ഒരു കൺകെട്ട സർക്കസ് ആയിട്ട് മാത്രമേ ഇന്നത്തെ ബജറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങൾ വഞ്ചനയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ബജറ്റാണെന്ന് മുതിർന്ന BJP നേതാവ് PK കൃഷ്ണദാസ്. UDF-ന്റെ കവലപ്രസംഗത്തിനോട് ഉപമിക്കാവുന്ന ബജറ്റാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തികച്ചും വഞ്ചനയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ബജറ്റ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി വാഗ്ദാനങ്ങളാണ് മലയാളികൾക്ക് കോൺഗ്രസ് നൽകിയത്. പക്ഷെ തങ്ങൾ നൽകിയിട്ടുള്ള ഈ വാഗ്ദാനങ്ങളെല്ലാം അതൊരു വഞ്ചനയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അവതരിപ്പിച്ച UDF-ന്റെ ആദ്യത്തെ ബജറ്റ്. സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ 50% നികുതി കുറയ്ക്കും എന്നാണ് സർക്കാർ പ്രഖ്യാപനം. നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല എന്ന് ഓൾ കേരള ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. KSRTC പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് 1000 മുതൽ 6000 രൂപയുടെ നഷ്ടം ഒരു ദിവസമുണ്ട്. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം. KSRTCക്ക് നൽകുന്നത് പോലെ സർക്കാർ തുക നൽകിയാൽ മതിയെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 10,000-ലധികം ബസ്സുകളിൽ ഏതായാലും 8,000-ഓളം ബസ്സുകൾ 38 സീറ്റ് ഓളം വരുന്ന ബസ്സുകളാണ്. അതിന് നിലവിലെ ടാക്സ് ഞങ്ങൾക്കൊരു 90 ദിവസത്തേക്ക് 19,170 രൂപയാണ്. ആ 19,170 രൂപയുടെ
90 ദിവസമൊക്കെയാണ് ഈ ടാക്സ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾക്ക് 213 രൂപയാണ് ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഒരു ദിവസം 213 കൊടുക്കുന്നത് 50% കുറച്ചു എന്നുള്ളത് 106 രൂപ 50 പൈസ ഒരു ബസ് ഉടമയ്ക്ക് ഒരു ദിവസം സർക്കാർ ഇളവ് തന്നിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് അധികാര വടംവലിയും നാടകീയ രംഗങ്ങളും. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി എത്തിയ ഡോക്ടർ KJ റീനയെ DHS കസേരയിലിരിക്കാൻ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷി അനുവദിച്ചില്ല. കോടതി ഇടപെടലിലൂടെ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ. രാവിലെ 10 മണിയോടെ ആരോഗ്യവകുപ്പ് ആസ്ഥാനത്തെത്തിയ ഡോക്ടർ KJ റീന DHS ഓഫീസിലെത്തി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് കൈമാറി. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുറിയിലേക്ക് എത്തിയെങ്കിലും കസേരയിൽ ഡോക്ടർ മീനാക്ഷി ഉണ്ടായിരുന്നു. ട്രൈബ്യൂണൽ ഉത്തരവ് ഉണ്ടെന്ന് ഡോക്ടർ റീനെ അറിയിച്ചെങ്കിലും മാറാൻ ഡോക്ടർ മീനാക്ഷി തയ്യാറായില്ല. സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് താൻ DHS കസേരയിൽ തുടരുന്നതെന്നും മാറാൻ സാധിക്കില്ല എന്നും ഡോക്ടർ മീനാക്ഷി നിലപാടറിയിച്ചു. തുടർന്ന് സമീപത്തെ കസേരയിൽ ഡോക്ടർ റീനയും ഇരിപ്പുറപ്പിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോഴും നിലപാടിൽ മാറ്റമില്ല എന്ന് റീന. അല്ലാതെ പറ്റില്ലല്ലോ, എൻ്റെ ജോലി അതായി പോയില്ലേ. മീറ്റിംഗ് എന്നെ പങ്കെടുപ്പിക്കില്ലല്ലോ, സംസാരിക്കാൻ പാടില്ലല്ലോ. കോടതിയിൽ കേസ് ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയുന്നത് കോടതിയെ ലക്ഷ്യത്തിന് തുല്യമാണ്. വ്യാജ ആരോപണങ്ങൾ ഉയർത്തി സ്ഥലം മാറ്റിയെന്ന ഡോക്ടർ റീനയുടെ വാദം അംഗീകരിച്ചാണ് സ്ഥലം മാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തത്. സംസ്ഥാനം കടുത്ത പകർച്ചവ്യാധി ഭീഷണിയിൽ തുടരുന്ന സാഹചര്യമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് ഇങ്ങനെയൊരു കസേരകളി നടക്കുന്നത്. ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച ED. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ അടുത്തുള്ള HDFC ബാങ്കിലാണ് ലോക്കർ തുറന്ന് പരിശോധന നടത്തിയത്. EDയുടെ പരിശോധന 2 മണിക്കൂർ നീണ്ടുനിന്നു. രാവിലെ 10 മണിയോടെ കേന്ദ്രസേനയുടെ സംരക്ഷണത്തോടെയാണ് ED സംഘം ബാങ്കിലെത്തിയത്. തുടർന്ന് വീണയുടെ സാന്നിധ്യത്തിൽ ലോക്കർ തുറന്ന് പരിശോധിച്ചു. പിണറായിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് ലോക്കർ ഉണ്ടെന്ന് കണ്ടെത്തുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് വീണയെ കൊച്ചിയിൽ വിളിച്ചു വരുത്തി 9 മണിക്കൂറോളം ED ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചത്. ബാങ്ക് ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയാണ് ED സംഘം മടങ്ങിയത്. CMRൽ നിന്നും എക്സാലോജിക്കിലേക്ക് വന്ന 2.78 കോടി രൂപയുടെ വിനിമയം ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത്. പരിശോധനയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിനെന്താ, അത് അന്വേഷണം നേരത്തെ തുടങ്ങുന്നില്ലേ? അവർ വീട്ടിൽ വന്നിട്ടില്ലേ? ആ വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കർ അവർക്ക് കാണണമായിരിക്കും. നിങ്ങളും ക്യാമറയും കൂടി ചെന്ന് നോക്കുക, എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ലോക്കർ തുറക്കുമ്പോൾ മഹാകാര്യങ്ങളുണ്ടോ എന്ന് നോക്കാമല്ലോ. വേണമെങ്കിൽ വിസ്മയം ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അവിടെ പോയി നോക്കി രേഖകൾ പരിശോധിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ വലിയ അതിക്രമവും അക്രമങ്ങളും ഉണ്ടായെങ്കിലും ലോക്കർ പരിശോധന നടക്കുമ്പോൾ പാർട്ടിക്കാരോ പാർട്ടി അനുഭാവികളോ സ്ഥലത്തില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.